ഇറാനെ വരച്ച വരയിൽ നിർത്താൻ അമേരിക്കയുടെ നീക്കം. ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് തങ്ങളുടെ ശക്തമായ നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അതുപോലെ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ പ്രതിനിധിയും വ്യക്തമാക്കിയത്. ഇന്നത്തെ ചർച്ചയിൽ ഇറാന്റെ ആണവ കരാർ സംബന്ധിച്ച വ്യക്തമായ കരാർ ഉണ്ടാകും. ഇറാനെ ആണവായുധമുണ്ടാക്കാൻ അനുവദിക്കില്ല, ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടാകാൻ പാടില്ല. ഈ നിലപാടിൽ നിന്ന് അമേരിക്ക പിന്നോട്ടില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. ഇറാൻ എന്ന രാജ്യം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശം, അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന റെഡ് ലൈൻ, അത് മറികടക്കാൻ ഇറാന് കഴിയില്ല. അമേരിക്ക നിർദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ ഇറാന് സമാധാനത്തോടെ മുന്നോട്ട് പോകാനാകൂ. ഇന്നത്തെ ചർച്ച ഏറ്റവും നിർണായകമാണ്. ഇറാന് മരണം വേണോ ജീവിതം വേണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ആയത്തുള്ള അലി ഖമേനിയുടെ യുദ്ധക്കൊതി അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്ക നിർദ്ദേശിക്കുന്ന ആണവ കരാറിൽ ഒപ്പിടുകയാണ് ഇറാന് മുന്നിലുള്ള ഏക പോംവഴി. അത് സാധ്യമായില്ലെങ്കിൽ നരകതുല്യമായ ഭാവിയായിരിക്കും ഇറാനെ കാത്തിരിക്കുന്നത്. എയർഫോഴ്സ് വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അമേരിക്കയുടെ ഏറ്റവും കർശനമായ നിലപാടിനെ കുറിച്ച് ട്രംപ് വ്യക്തമാക്കിയത്. ആണവ കരാറല്ലാതെ ഇറാന്റെ മുന്നിൽ മറ്റൊരു പോംവഴിയില്ല. ആണവ കരാറിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ആണവ കരാറിൽ ഇറാൻ ഒപ്പിട്ടേ തീരൂ. ഇറാന് ആണവായുധം നിർമ്മിക്കാനുള്ള അധികാരമില്ല, അവകാശമില്ല. ഇറാനെ ആണവായുധം സൂക്ഷിക്കാൻ അനുവദിക്കില്ല എന്നുകൂടി ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിലാണ് ഇന്ന് ഏറ്റവും നിർണായകമായ ചർച്ച നടക്കാൻ പോകുന്നത്. ഈ ചർച്ചയ്ക്കായി ഇറാന്റെ പ്രതിനിധികൾ ടെഹ്റാനിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അമേരിക്കയെ പ്രതിനിധീകരിച്ച് മിഡിൽ ഈസ്റ്റിലെ ട്രംപിന്റെ എൻവോയി സ്റ്റീവ് വിറ്റ്കോക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള യാത്രയ്ക്ക് മുന്നോടിയായി അമേരിക്കയിൽ മാധ്യമപ്രവർത്തകരെ കണ്ട വിറ്റ്കോക്ക് ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് മറ്റു ചർച്ചകളിലേക്ക് താല്പര്യമില്ല. ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം ആദ്യം തന്നെ വ്യക്തമായി ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയും. ഇറാന്റെ ആണവ പദ്ധതികൾ സമ്പൂർണമായും നിർത്തിവെക്കണം. ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ സമ്പൂർണമായും അവസാനിപ്പിക്കണം. അതൊരു കരാറായി ഇറാൻ അംഗീകരിക്കണം. ഇതുമാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇറാന്റെ ചില ഭേദഗതികൾ അല്ലെങ്കിൽ ഇറാന്റെ ചില നിർദ്ദേശങ്ങൾ, അമേരിക്കയുടെ ചില നിർദ്ദേശങ്ങൾ, അവയൊക്കെ ചർച്ച ചെയ്ത് ഇരുവർക്കും സ്വീകാര്യമായ ഒരു ഭേദഗതിയിലേക്കല്ല പോകേണ്ടത്. അമേരിക്ക നിർദ്ദേശിക്കുന്ന കാര്യം അതേപടി അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇറാന് മുന്നിലുള്ള പോംവഴി. ഇത് ഇറാൻ എത്രമാത്രം അംഗീകരിക്കുമെന്നുള്ളത് കണ്ടറിയണം. ഒരു ഘട്ടത്തിൽ അമേരിക്ക വളരെ സമാധാനപരമായി ഒരു ചർച്ചയ്ക്ക് ഇറാനെ ക്ഷണിച്ചിരുന്നു. ഇറാനാകട്ടെ ആ ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കത്തെഴുതി. എന്നാൽ അത്തരം ഒരു കത്തിലൂടെയൊന്നും കാര്യം നടക്കില്ല എന്ന് ഖമേനി തിരിച്ചടിച്ചു. പിന്നാലെ വീണ്ടും പലതവണ ഒരു സന്ദർശനത്തിനും ഒരു സൗഹൃദ സംഭാഷണത്തിനുമുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തി. അപ്പോഴൊക്കെ തന്നെ സ്വതസിദ്ധമായ അഹങ്കാരത്തോടുകൂടി അവയൊക്കെ തള്ളിക്കളയുകയായിരുന്നു ഇറാൻ ചെയ്തത്. പിന്നീട് അമേരിക്ക നിലപാട് ഘടിപ്പിച്ചു. ഇറാനെ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകി. പിന്നാലെ ഇറാന്റെ ചുറ്റുമുള്ള മിലിറ്ററി ബേസുകളിൽ വൻതോതിലുള്ള ആയുധങ്ങൾ വിന്യസിച്ചു, ബോംബർ ജെറ്റുകൾ വിന്യസിച്ചു, B-2 സ്റ്റെൽത്ത് ബോംബറുകൾ വിന്യസിച്ചു, മറ്റ് ഫൈറ്റർ ജെറ്റുകൾ വിന്യസിച്ചു. ഇറാന്റെ ചുറ്റും പടുകൂറ്റൻ പടക്കപ്പലുകൾ വിന്യസിച്ചു. അങ്ങനെ ഇറാൻ എന്ന രാജ്യത്തെ ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതികളും അമേരിക്ക തയ്യാറാക്കി. അതിന് പിന്നാലെ അമേരിക്ക ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു: ഇറാനെ ഞങ്ങൾ ആക്രമിക്കും. ഇറാനെ ആക്രമിക്കുന്നതിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുക അത് ഇസ്രായേൽ ആയിരിക്കും. ഇസ്രായേൽ ആദ്യം ആക്രമിക്കും, അമേരിക്ക പിന്നാലെ ഇറാനെ ആക്രമിക്കും. ഞങ്ങളുടെ ആക്രമണം കഴിയുമ്പോൾ ഇറാൻ എന്ന രാജ്യം തന്നെ ഉണ്ടാകില്ല. ആയത്തുള്ള അലി ഖമേനിയുടെ യുദ്ധക്കൊതി ലക്ഷക്കണക്കിന് ഇറാനികളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമാകും. ഇതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതിനുശേഷം ഈ ആക്രമണത്തെക്കുറിച്ചുള്ള ഭയം ഇറാൻ ഉണ്ടാകുന്നു. ഇറാൻ ആണവ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിക്കുന്നു. പിന്നാലെ ഒമാനെ വേദിയാക്കുകയും അവിടെ ശനിയാഴ്ച ആണവ ചർച്ചകൾ നടത്താമെന്ന് പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇറാൻ വീണ്ടും പ്ലേറ്റ് മാറ്റി.
നേരിട്ട് അമേരിക്കയുമായി ഒരു ചർച്ചയുമില്ല, ഞങ്ങൾ മധ്യസ്ഥരോട് ചർച്ച ചെയ്യും, മധ്യസ്ഥരുമായി അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, അമേരിക്കയുമായി ഒരു തരത്തിലുള്ള നേരിട്ടുള്ള ചർച്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പിന്നാലെ ആ നിലപാടിനെ തിരുത്തി അമേരിക്ക രംഗത്ത് വന്നു. അമേരിക്ക ഇറാനോട് നേരിട്ടാണ് ചർച്ച നടത്തുന്നത്, അമേരിക്കയ്ക്ക് മധ്യസ്ഥന്റെ ആവശ്യമില്ല, അമേരിക്ക ഇറാനോട് നേരിട്ട് ചർച്ച നടത്തും, ആ ചർച്ചയിൽ ഇറാൻ പങ്കെടുക്കും. ആ ചർച്ച പരാജയപ്പെടുന്ന നിമിഷം ഇറാന്റെ കഷ്ടകാലം ആരംഭിക്കും. അടുത്ത നിമിഷം മുതൽ ഇറാനിലേക്കുള്ള യുദ്ധം അമേരിക്ക ആരംഭിക്കും. അതുകൊണ്ട് ഇറാൻ എന്ന രാജ്യത്തിന് മരണം വേണോ ജീവിതം വേണോ എന്ന് തീരുമാനിക്കേണ്ട ദിവസമാണ് ശനിയാഴ്ച. ഏപ്രിൽ മാസം 12-ാം തീയതി ഇറാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. മരണം വരിക്കണമോ അതോ സമാധാനത്തോടെ ജീവിക്കണമോ എന്ന് ഖമേനിക്കും കൂട്ടർക്കും തീരുമാനിക്കാം. ഇതായിരുന്നു അമേരിക്കയുടെ നിലപാട്. ഇപ്പോൾ ഇതാ ഈ ചർച്ചകൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അമേരിക്ക ഒന്നുകൂടി നിലപാട് ഘടിപ്പിച്ചിരിക്കുന്നു. അതായത് ചർച്ചകൾ എന്ന് പറയുന്നത് പേരിനാണെങ്കിൽ പോലും ഞങ്ങൾ ആണവ കരാർ സംബന്ധിച്ച നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും, ആ നിർദ്ദേശത്തിൽ ഇറാൻ ഒപ്പിട്ടാൽ മതി, ആ നിർദ്ദേശം ഇറാൻ അംഗീകരിച്ചാൽ മതി, അല്ലാതെ വലിയ ചർച്ചയൊന്നുമില്ല. നിർദ്ദേശങ്ങളിന്മേൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിപ്രായം പറഞ്ഞ് അവസാനം ഒരു പൊതു സ്വീകാര്യമായ ഒരു ഘട്ടത്തിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ സാധാരണ ചർച്ചകളുടെ രീതി. അത്തരത്തിലുള്ള ചർച്ചയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അമേരിക്ക പറയുന്ന സ്ഥലത്ത് ഇറാൻ ഒപ്പിടണം, ഇറാനെ വരച്ച വരയിൽ നിർത്താൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് ട്രംപും സ്റ്റീവ് വിറ്റ്കോക്കും ഒക്കെ പറയുന്നത്. ഇന്നത്തെ ചർച്ചയിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഈ ആണവ കരാർ ഇറാൻ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇറാന്റെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ ചോദ്യം. അല്ലാത്ത പക്ഷം ഇറാനിലേക്ക് വൻ ആക്രമണമായിരിക്കും അമേരിക്കയും ഇസ്രായേലും നടത്തുക. ഒരു വലിയ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ കടന്നു പോകും. എന്തായാലും ആയത്തുള്ള അലി ഖമേനിക്കും അവരുടെ ഭരണകൂടത്തിനും ആ ആക്രമണത്തെ തടയാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഖമേനിയുടെ യുദ്ധക്കൊതി ഒരിക്കൽ കൂടി ഇറാനെ ഒരു യുദ്ധക്കളമാക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.